നമുക്ക് ഈ കള്ളുടി നിർത്തിയ പാട്ട് ഏതാ അത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം നിൽക്കരുത്. പക്ഷെ സമയം ഇങ്ങനെ ചുരുങ്ങി പോവുകയാണ്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ബുർദ ചെല്ലാനുള്ള ടൈം നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അള്ളാഹു തആല കബൂലാക്കട്ടെ. നോക്കിക്കൾ, ആ പാട്ട് ഏതാ പഠിച്ചോരെ അങ്ങാടിക്കറിയുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പിന്നെ മറ്റേ ഞാൻ പറയില്ല, ഇജ്ജി പറഞ്ഞു കൊടുത്താളാ. ഏത് മറ്റാളെ മോളില്ലേ ചാടിപ്പോയിട്ട് പിന്നെ ഇജ്ജി പറഞ്ഞു കൊടുത്താളാ. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പറയാന്ന ഗീബത്ത് എന്ന് പറഞ്ഞാൽ സംഭവിച്ചത് പറയാന്നല്ല. ഒരുത്തവിടെ വെള്ളടിച്ച് വീട് എല്ലാരും കൂടി പെരെ പോയിട്ട് ആ ജരമോനില്ലേ വെള്ളടിച്ച് പൊടിച്ച് പൂസായിട്ട് ഇവനാണെങ്കിലോ ഓ റേഞ്ചിൽ അടക്കാം. ഓനെ പറ്റിയിട്ട് ഇപ്പുറത്തെന്ന് പറഞ്ഞ നമ്മളെ കൂലി പോകും, ഓനക്ക് വെള്ളടിച്ച സുഖം കിട്ടും, നമ്മളെ നിസ്കാരം നോമ്പൊക്കെ ഓനക്ക് കൊടുക്കും. എന്തിനാ എനിക്കാണ് ഇഷ്ടമുള്ളവനെ കുറ്റം പറഞ്ഞാൽ ഓനക്ക് കൊടുക്കും, ഇഷ്ടമുള്ളവനെ കുറ്റം പറയാ, വെറുപ്പുള്ളവനെ കുറ്റം പറഞ്ഞ് നഷ്ടപ്പെടുത്തരുത്. പെണ്ണുങ്ങളെ നാത്തു നല്ലതാവും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒഴിച്ചാണ് പറഞ്ഞിങ്ങനെ കൊളാക്കണ്ട. അമ്മായിമ നല്ലതാവും, മരുവോള് നഷ്ടം. നിർത്താത്ത പാട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പഴയ കാലം പുതിയ കാലം ഒക്കെ ഉള്ള അങ്ങനത്തെ കുറേ പാട്ടുണ്ടല്ലോ. ഇത് കുറച്ച് മുന്നുള്ളതും കുറച്ചപ്പോഴൊക്കെ അടിപിടി വെട്ടും കൊടുവാളും കടിപിടി കൂട്ടും പൂലിവാൾ ഇടപടി ഓട്ടം പാലക്കാലം മാറി. അടിപിടി വെട്ടും കൊടുവാളും കടിപിടി കൂട്ടും പൂലിവാൾ ഇടപടി ഓട്ടം പാലക്കാലം മാറി. തമ്മിൽ തല്ലി പിരിഞ്ഞ് തല്ലിൽ ചോര ചൊരിഞ്ഞ് എല്ലാം മുള്ളായി മേലിഞ്ഞ് മാറി. മനസ്സിൽ ഇബ്ലീസ് കാടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുത്തകറ്റും. അക്കാണക്കൊന്ന് പാടുന്ന ഒരാൾ പറഞ്ഞു, നല്ലൊരു മനുഷ്യന് ഞാൻ ലാസ്റ്റ് പാടിത്തണ്ട്, ഇനി പാടാൻ നിൽക്കാൻ അടുത്ത ഫോണും വരും. അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ചേലായതുകൊണ്ട് ഇരിക്കാതൊക്കെയാണ്. എന്ത് അറിയോ, ബുർദ തുടങ്ങാൻ വേറെ ഒന്നുമല്ല. അള്ളാഹു തആല കബൂലാക്കട്ടെ. അപ്പം ബുർദ ചെല്ലാണ് ഇൻഷാ അല്ലാഹ്. ലാസ്റ്റ് നോൺ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അത് തങ്ങളെ വാപ്പക്ക് പ്രശ്നമൊന്നുമില്ല, തങ്ങളെ വാപ്പക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള തങ്ങളാണ്. പാട്ട് ഏതായാലും പാടണല്ലോ. എന്നാൽ ആദ്യം തന്നെ ഇരിക്കോട്ടല്ലേ. അപ്പം അതിൽ നിങ്ങളെ റിമോട്ട് അവിടെ നിന്ന് വെക്കിയവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദതുള്ള പൊരുത്തമുള്ള ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമായി അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടി കബൂലാക്കട്ടെ. ആമീൻ. നല്ല മനസ്സോടെ ഇൻഷാ അല്ലാഹ് പാട്ടും ബേത്തും ബുർദിയൊക്കെ. തിരിയാത്ത പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കും, അങ്ങനെ പിന്നെ കിടക്കാൻ തോന്നും. അപ്പോൾ ഒരു പാട്ടോട് ഹിന്ദിയോ ഉറുദോ തമിഴൊക്കെ ഒരക്ഷരം അറിയില്ല. ഇതേപോലെ അറിയാത്ത പാട്ടിന്റെ ആവശ്യക്കാരുണ്ടാകണോണ്ട് ഒന്ന് രണ്ട് പാട്ടത് പാടല്ലേ പിന്നെ വേണ്ടേ? എന്നിട്ട് നമുക്ക് പുറത്തല്ല. അല്ലാഹു തആല കബൂലാക്കട്ടെ. ബിസ്മില്ലാഹ്. വേണ്ടേ? പടപ്പാട്ടാകുമ്പോ അതിന് ടേസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഹുനൈൻ പടയാണ് ഇപ്പൊ തൽക്കാലം അർത്ഥം അറിയാത്തത്. ആരെങ്കിലും അറിഞ്ഞോലുണ്ടെങ്കിൽ വന്ന് പറഞ്ഞു 4 വരി പാടാം. ചൊടി ചൊടിത്തിട്ട് നടത്തമ്മിൽ പടി പൊടിച്ചിടല കിളവികൾ തടി നിറത്തിടല വെള്ളവരം പെടച്ചിലും തല കുനിച്ച് വയൽക്കരച്ചിലും ജനങ്ങൾ തക്കം തല നീക്കി മുറതീറ്റി സഭകൾ അവരിലെ തക്കം മൊളിയോക്കി സബുറാക്കി നടയാ നടക്കൊണ്ട് രാജിന്റെ തെക്കുംപെടുന്ന് മലിക്കിന്റെ പോതിലൊരോളാൽ കൊണ്ട് പോകാപ്പെടുകം പുതശതുടികൾ മുഷിങ്കി മുതിർവിൻ അണ്ടുകൊണ്ടാൻ അവർ വീണ്ടും നടപ്പടി കൊണ്ട് ചെണ്ടയിലൊരുക്കമായി ചെണ്ടതി പിതികൾ പഞ്ചി പറ സംഗൂതം തേടി മുഷേക്കമായി പൊങ്കിടും പിടിച്ചൂളം വിളി വിളി മഹത്താളം ചങ്കല ഭജത്താളം സംകൃത ബലമേളം സന്താട്ടി മടന്ത ബന്ധുക്കൾ മികന്ത അനന്ത ചുഷന്തതാൽ ബന്ധികൾ തെകിൽ ബന്ധുവാൻ നന്ദുകൾ നന്ദു പിന്തി പട ബന്ധമായി ബന്ധം എന്തുരയാടി യൗവരും മതിലാടി എന്തിരും കനിയോടി ഇവ മലക്കിൽ പാടി. എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി? അർത്ഥം മനസ്സിലായോ? ഇല്ല. എന്നാലും അർത്ഥം മനസ്സിലാകാത്ത പാട്ട് ഇഷ്ടമുള്ളവരുണ്ടാവും. വേറൊരു പാട്ടുണ്ട്, പഴയ കാലത്തെ പാടി പോരുന്ന പാട്ടാ. അതിനർത്ഥം എന്തോ ആസിഫ് പറഞ്ഞിരും. അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് ആയം ചൊല്ലും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി ഘനമറിവായ് ആയം തുള്ളും ദിനമിലെ അഞ്ചഞ്ചും പൊരുളടി ഘനമ
والله ما كان أنا والد كله وهي النبي حبيبي كله والله ما كان أنا والد كله وهي نبي حبيبي كله وبالهجان وجيها ديوة وحدوى دربديني وطلحل وبها الكاشيلو قلبك والبك شيلو والله ما كان أنا والد كله وهي نبي حبيبي كله والله ما كان أنا والد كله وهي نبي حبيبي كله وحدني آتي وحدني العمر باحاني قال إما بيبكايني ما برشاش قال وأدحب الرب دالي بغسا والنكرو مخميرو والنكرو مخميرو والنكرو مخميرو درب لو تدربا درب لو بل منا وتنسبا منا وحلب لو وتدربا وحلب لو وتدربا وحلب لو وتدربا منا كل بدال الله 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 عبد على الله അപ്പോളേ നിങ്ങൾ മോണിറ്റർ പേപ്പറാക്കി കളി ഒറ്റക്ക് ഓഫാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇല്ലാത്തതുകൊണ്ടാണോ കഴിയാത്തതുകൊണ്ടെന്ന് അറിയില്ല. അള്ളാഹു തആല കബൂലാക്കട്ടെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്താ പറയുക, ഇവിടുത്തെ സൗണ്ട് പുറത്തുള്ള അത്ര സുഖമില്ല, അതുകൊണ്ട് ഇത് ഓഫാക്കാൻ പറഞ്ഞതാണ്. ഈ മൈക്ക് മാത്രം ഓഫാക്കുമ്പോൾ കക്കാകുക. അള്ളാഹു തആല സന്തോഷം തരട്ടെ. വർക്കിംഗ് ഒക്കെ ഉഷാറാട്ടാ, മോശമൊന്നും ഇല്ലട്ടാ. പക്ഷേ ഇങ്ങോട്ടുള്ള ഈ സാധനം കുറച്ച് വലിയ ചെയ്യുന്നുള്ളതാണ്. അപ്പം നോക്കി നിങ്ങള്, തിരിയാത്ത പാട്ട് ഇഷ്ടമില്ലാത്തോലുണ്ട്, പക്ഷെ ഓർക്കും ഇഷ്ടം പടപ്പാട്ട്. മോയിൻകുട്ടി വിതരെ പാട്ടാകുമ്പോൾ എല്ലാവർക്കും അറിയും, അർത്ഥം അറിയും, അത് പാടാനും കഴിയും. ഇല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ മോയിൻകുട്ടി വിതരെ പാട്ട്? എന്നാലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയും. അല്ലല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ? അല്ലാഹു തആല മോയിൻകുട്ടി വിതരെ നോക്കി ആ പാട്ടിനൊരു എന്താ പ്രത്യേക ഒരു കഴിവ് കൊടുത്തു. 13 ഭാഷ ഉണ്ടായിരുന്നു. ആ പാട്ട് കുറേ കാലം മുന്നേ കേൾക്കുന്ന ബദറുൽ ഹുദാ യാസീന നബി ഖറജായ നേരം, ആ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ വരുന്ന രംഗം വളരെ കോടി മോണ്ടെണ്ണം കെട്ടിടയതിലുണ്ട്, അതങ്ങനെ തന്നെ. പക്ഷെ ഓരോ രംഗത്തും മോയിൻകുട്ടി അതങ്ങനെ തന്നെ അവതരിപ്പിച്ചു. രണ്ട് ഭാഗത്തായി നിൽക്കുന്ന നേരത്തെ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത്, അപ്പുറത്ത് ഉത്ബത്ത് ശൈബത്ത് വലീദ്. ഈറ്റുകൾ പട പൊരുതുന്ന രംഗം വെട്ടി കുത്തി നുള്ളി നോക്കാം. അങ്ങനെ തന്നെ നോക്കി നിങ്ങള് 4 വരി അതും പാടാ. ഈറമുറ്റിക്കൂട് ശീബത്തേക്ക് കുത്തി താനെഴുത്ത് തേറി ഹംസ പാടുകൾക്ക് തല്ലെടുത്തിട്ടൊണ്ടടുത്ത് തടവോട് നീട്ടും അടവോട് ചാട്ടും തടമിടാടിൽ കൊടു തുടർബീനെ കാടുകാട തടിപീടും പിന്നെ പല പാടും തിരിച്ചോടുരേ തൊഴിൽ കർശനമാല് ഇരുപുറം ദഹയറിനാൽ ഹംസ ശൈബത്തുമായി ഒരു മാറി ശരി ഹംസത്താൽ അടുക്കവേ ഒരു വെട്ടി കൊടിയുടനെ തടുക്കവേ ഇടിച്ച് കുത്തി മാന്തി ഇതൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞു. വളരെ സമയം കുറവാണ്, ബുർദല്ലാണ്ട്, അതുകൊണ്ട് ഞാൻ നേരാണ്ട് പോവുകയാണ്. വേറൊരു രംഗം പറഞ്ഞു. എന്താന്നറിയാം, അപ്പുറത്ത് ഖുറൈശിപ്പട വരുന്ന രംഗം. അവര് വരുമ്പോ ദഫ് ഉണ്ടായിരുന്നു, ബാൻഡ് ഉണ്ടായിരുന്നു, ചെണ്ട ഉണ്ടായിരുന്നു ഒക്കെ പാട്ടിന് മകിഴ്ത്തി പറഞ്ഞാണ്. പിന്നെ ഒരു രസത്തില് ആ സൗണ്ട് പാട്ട് കൊടുത്ത് എന്തുണ്ടാവും, ആ സൗണ്ട് കൊടുത്താല് അല്ലാഹ് ചൂളകൾ കൊമ്പ് ചങ്കുകളാൽ തകൃതികൾ കോളി താളമേ ഓടി ചാടി സുഫ് നിപ്പുകളാൽ
ഉരശോട് മറുവ ഒറ്റകളും ഭജയോട് ധ്വനികൾ ദഫുകളും കൈമണി ധ്വനികൾ ദാശകളാ കുടമയിടയിട ചിലകൾ കയറേയും ഇടയിൽ നട വരികൾ ദിക്കുവതായോ ഇടയിൽ നിൽക്കുവതായോ വരികൾ നീക്കുവതായോ ഇടയിൽ നീക്കുവതായോ വീരിത പോരർ ശുചാഴികളായുധ പൊതുവേ അണിയവെ വീടുമെ തീരർ കൊടുമയർ വാൾക്കണക്കാര ഉരശോട് മറുവ ഒറ്റകളും ഭജയോട് ധ്വനികൾ ദഫുകളും കൈമണി ധ്വനികൾ ദാശകളാ ഇടയിൽ കൈമണി കിണ്ണിൽ കീഴിൽ തുടര കിണ്ണാരം ചല്ലക്ക ചല്ല തൊടികൾ ബമ്പലു ബമ്പൽ ബമ്പലു ദൽ ദിലു ദിൽ 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 ദിലു ഡുഡു ഡും ഡുഡും ഡുഡു ഡും ഡുഡും ഡുഡു ഡും ഡുഡും ഡുഡു ഡും ഡും മുട്ടുകളാ അപ്പുറത്തിന് ബാൻഡ് അപ്പൊ വേറെ എന്താക്കി ചെണ്ട ഇങ്ങനെ എല്ലാം കൂടെ ഇട്ട് വരുന്ന രംഗം അങ്ങനെ തന്നെ പറഞ്ഞു ഓരോന്ന് അതിന്റെ ടേസ്റ്റിലാണ്. അതിനിടക്ക് മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് ഉബൈദ് റളിയല്ലാഹു തആല എടുത്തു കൊണ്ടുപോകാൻ. അപ്പോ ആ വിഷമം യുദ്ധക്കളത്തിൽ നിന്ന് വഫാത്തായില്ലേ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് അതങ്ങനെ തന്നെ പുകിന്താരേരു പേരും അതിക്ഷേണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി സുഗന്ധി ഉബൈദത്തെ എടുത്തത് അമ്മ ചൊരിന്ത് വരും വാഴി കൊഴുകേതമ്മ. ആ പാട്ട് അങ്ങനെ തന്നെ കൊടുത്ത് ഇനി ഒരു രംഗം കൂടി പറഞ്ഞിട്ട് നമുക്ക് വേഗം നമ്മളെ വിഷയത്തിൽ കിടക്കണം. കാര്യമായ വിഷയം പുറത്തല്ലേ ഇൻഷാ അല്ലാഹ്. എന്താ അടുത്തൊരു രംഗം അബൂ സുഫിയാനും പാർട്ടിയും എപ്പോഴാണ് ബദറിലേക്ക് എത്താന്നറിയണം. രണ്ട് സഹാബികളെ പറഞ്ഞയച്ചു ബദറിലേക്ക്. ആരാ പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ. മക്കളെ സ്വലാത്തില്ലാത്ത എന്ത് പുറത്ത മജ്ലിസ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ട് സഹാബികളെ പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോ സ്ത്രീകൾ അടികൂടുണ്ട് രണ്ടെണ്ണം. നിങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങൾ തല്ലുകൂടി നിങ്ങൾ കണ്ടുകണോ? തല്ലൂടിനെ കണ്ടില്ലേ? എടാ ഇത്ര കൂളായിട്ട് കണ്ടുണ്ടാവില്ല. പെണ്ണുങ്ങൾ തല്ലൂല. പെണ്ണുങ്ങളെ പരിപാടി നിങ്ങൾക്ക് അറിയോ? ഒരുത്തിനെ ഇങ്ങനെ പിടിക്കും മുടി അല്ലേ? ഞാൻ അതല്ലേ ചോദിച്ചത്. തല്ലൂടിനോടോ? തല്ലല്ല, പിടിക്കും. തിരിച്ചിങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ട് പിടിക്കും. എന്നിട്ടോ ഈ സൗണ്ട് ദുനിയാവിൽ മൊത്തം ഉണ്ട്. എന്റെ ക്ലാസ്സിൽ തട്ടത്തുമ്പോ കൂടെ ചേരാട്ട വരാം. കുട്ടി അത് കണ്ടില്ല. അപ്പുറത്തെ കുട്ടി എവിടെ ഇല്ലേ സൗണ്ട്? അത് റെഡിയാണ്. എല്ലാ കാസർഗോഡ് പോയിച്ചപ്പോ അവിടെ ഉണ്ട് സൗണ്ട്. കൂറ, പല്ലി, ചേരാട്ട, ഈ സാധനത്തിനൊക്കെ. പക്ഷെ ഇവിടുത്തെ നാട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെ ഇല്ലാന്ന് അല്ലേ പറയണ്ട. അല്ലാഹു തആല നമുക്ക് നല്ല മനസ്സ് നോക്കി. നിങ്ങള് അന്തി കച്ചറ എത്ര കൊല്ലം, 1400 കൊല്ലം മുന്നേ അവിടെ ബദറിൽ ഈ രണ്ട് പെണ്ണുങ്ങൾ തല്ലുകൂടിയ കോലം മോൻ കിട്ടിയ പറഞ്ഞു നോക്കി. അടിപെട്ടി കൊത്തി പൂടിത്താരോ അണിതാലിയും മാലെ അറുത്താരോ പിടിപെട്ടി സിന്നും കാണ്ടിത്താരോ ചട്ടിയും കീറ പിടുത്താരോ അടിപെട്ട് കൊത്തി പൂടിത്താരോ അണിതാലിയും മാലെ അറുത്താരോ പിടിപെട്ട് സിന്നും കാടിത്താരോ പിച്ച ചട്ടയും കീറ പെടുത്താരോ പൂതെ പോടെ കിട്ടി മാറിന്തിടും കൃഷത്തിൽ കാശിയിൽ കൂടെ വീളുന്തിട്ടും കൊണ്ടാളെ കാടം കൊണ്ടോളിൽ കൊണ്ടേ കാടത്തിന് ഷെണ്ടായേടി കുറി കൂട്ടിയത് ആരാനും കണ്ടാലോടി അകമാനെ കേഴുന്നെന്നും ഉണ്ടല്ലോടി. അടിപെട്ട് കൊത്തിപ്പൊടിത്താരോ അണൈതാലിയും മാലെ അറുത്താരോ പിടിപെട്ട് സിന്നും കടിത്താരോ പിച്ച ചട്ടയും കേറ പെടുത്താരോ അടിപെട്ട് കൊത്തിപ്പിടിത്താരോ
തലയും അറുത്താരോ, പിന്നെ ഇടിപെട്ട് സിന്നും കടിത്താരോ, പല്ലോണ്ട് കടിച്ച്, അതൊക്കെ പരിപാടിയാണ്. കടിച്ചെന്ന് മാത്രം പിച്ച ചട്ടയും കീറപ്പെടുത്താരോ, കുപ്പായം കീറി. അന്ന് യൂട്യൂബ് ഇല്ലാത്ത നല്ല കാലം. നോക്കിങ്ങൾ അമ്മാരി അടിയ. എന്നിട്ട് ഒരുത്തിനോട് പറയാണ്, ജി കുറെ കാലായി എന്നെ പറ്റിക്കിട്ട്, നാളെ തരാം അതൊന്നുണ്ട്. പൈസ കടം വാങ്ങിയിട്ടേ ബുക്രാനാത്തി നാളെ തരാം അത് ഇപ്പോഴും ഇല്ല, എവിടെ ഇല്ലേ? നാളെ തരട്ടോ. ആര് കൊടുക്കണം? അല്ലാഹു തആല കൊടുക്കാനുള്ള തൗഫീഖ് തരട്ടെ. കൊടുക്കാനുള്ളവർക്ക് കിട്ടാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. നാളെ തരാം, നാളേക്കും നാളെ പെരുത്തായ ആ പാട്ട് ഫുള്ള് പാടിയില്ലേ? ഇതിലുണ്ട്. പക്ഷേ പിന്നെ വെറുതല്ലാന് അത് മുഷ്കില. അപ്പോ ആ പാട്ട് നോക്കി, താ കൊണ്ട ലീ എനിക്ക് യു നീ, മൂന്നെണ്ണം അവിടെ തന്നെ ഭാഷ. മലയാളമായി, അറബിയായി, ഇംഗ്ലീഷുമായി. മോയിൻകുട്ടി മുഴുവൻ പാട്ടും അങ്ങനെ തന്നെ ഫുൾ അതിൻ്റെതായിരിക്കും ത്രില്ല് കിട്ടുന്ന പാട്ടാ. അബൂജഹലിന്റെ നെഞ്ചത്ത് ഒരു സഹാബി കയറി ഇരിക്കുകയാണ്, ശരിയാക്കാൻ പോവുക. അവന്റെ പോക്കിരുത്തനെ ആ നേരത്ത് കിട്ടിട്ടില്ല. ഫിറൗന് ചാവാൻ നേരത്ത് എന്ന് പറയുന്നത് ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ. എന്നാലോ ഈ ചെങ്ങായോ ഇല്ല. എന്താ പറഞ്ഞത്? ഇവിടുന്ന് മുറിച്ചിട്ട് എന്റെ ശിരസ് കണ്ടിട്ട്, തല കണ്ടിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിക്കട്ടെ എന്ന് പൊട്ടൻ. ഓന്റെ നെഞ്ചത്ത് കയറിയിട്ട് ഇരിക്കുമ്പോ സഹാബിന്റെ അവതരണം മോയിൻകുട്ടി കേളടാ അബൂജാഹിലേ, കേളടാ കൊടിയ കേടാ, കേളടാ ചടയാമുടാ, കേളടാ തുടിതുടിക്കും പകയാ, കടികടിക്കും ചകയാ, തുടിതുടിക്കും പകയാ, കടികടിക്കും ചകയാ, ജഗലേ കേളടാ, കേളടാ കേളടാ അബൂജാഹിലേ, കേളടാ കൊടിയ കേടാ, കേളടാ ചടയാമുടാ, കേളടാ തുടിതുടിക്കും പകയാ, കടികടിക്കും ചകയാ, തുടിതുടിക്കും പകയാ, കടികടിക്കും ചകയാ, ജഗലേ കേളടാ, ജഗലേ കേളടാ ചളി ചകത്ത പോലെ മാളി കിടപ്പവനെ താളും അതുവല്ല നാളും മഖ്സഖല്ല, കേളടാ എടാ പൊട്ടാ, കേളടാ അബൂജാഹിലേ, കേളടാ കൊടിയ കേടാ, കേളടാ ചടയാമുടാ, കേളടാ തുടിതുടിക്കും പകയാ, കടികടിക്കും ചകയാ, തുടിതുടിക്കും പകയാ, കടികടിക്കും ചകയാ, ജഗലേ കേളടാ, ജഗലേ കേളടാ. അതൊക്കെ പച്ചക്ക മനസ്സിലാകണ കോലത്തിൽ വല്ലാത്ത പങ്കിട്ട് എടാ ഒരു പാട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത്. ഏത് മറ്റേ എന്താണ് ഭാഷ മനസ്സിലാവൂല, പക്ഷെ എന്നാലും മോയിൻകുട്ടി തിരിച്ച് ബദറിൽ തന്നെയല്ലേ രണ്ടുപേരും വേം പാടും. ബിസ്മില്ലാ. ഹരർകോട് ചാമർകാലർ കേടിൽ മഹപ്രഭജപൊങ്കും കത്തിത്തിട്ട് അപ്പോർ കണ്ടത്ത് സെപ്പോട് കുതിരകൾ, അപ്പോർ കണ്ടത്ത് സെപ്പോട് കുതിരകൾ, കൃഷ്ണഭരണ മുടലിടപെടുവേ അടലടി എങ്കും പുഷ്കാരത്ത് വൃത്തിയിടകൾക്ക് ഒക്കെ തെളിവൊളി അമലയിൽ ചുടരുകൾ പള പള തന്നെ വിണ്ടും, അമലയിൽ ചുടരുകൾ പള പള തന്നെ വിണ്ടും വിട്ട തിജുത്തി തരിത്രി തോലിടും അടലമരോറുകൾ, അടലമരോറുകൾ അറബ് നര അമരസുര ആരി രാജ തുജിനങ്കം ചിത്തിൻ പർവച്ചോ അകത്തൊത്തിട്ടാനെ മഹകലക അനുദിനം കതിർവാദി ഭദ്രപട സഹബുകൾ, അനുദിനം കതിർവാദി ഭദ്രപട സഹബുകൾ, ചിങ്കങ്ങൾ വൃക്കം പൊത്ത് അറിവേ തിപ്പിട്ടാനെ കുറശികൾ, ഹദറിലെ രദറിയുടെ ഈരഹാര ഹരിഹരിനന്ദം, ഹദറിലെ നദറിയുടെ ഈരഹാര ഹരിഹരിനന്ദം, പത്രപിത്ത് അച്ചി ചുകപ്പി ചാടി പിടിവേട പ്രതിപൂർണ, പിടിവേട പ്രതിപൂർണ ചാടികേത്തലിൽ ഓടുമെത്തിരാ വീട് നെറ്റികൾ, താടി കുത്തിയും ചാടികത്തലിൽ ഓടുമെത്തിര വീട് നെറ്റികൾ, താടി കുത്തിയും ചകമത് പാട്ടി ചോര കളിയെ കടത്തലിലാതിയാണ്ടി പാടി പാടർ കണ്ടിയോ തകം തകം ഏ തകതിമി തകം തകം തകതിമി ദിത്യമുദിം ദത്തിമൃതം തീമി കീണ തകന തകജം തകജം തകജണു ജനതത്തിരികിടകണ കൃതികട സോമത തിരുമാ സോമത തിരിയല മികവുകൾ നാമ പ്രഭു സിദ്ധി ഇപ്പടി പോരൊരു പാകമേ ചതുർമലം പൂരിക്കോണ പുറമിൽ വരും പട നടപ്പെടും പൊരുമാറെ തിണയാം കാലം വീട് താരം പാകു തൊട്ട് തൊട്ടടിയിടും പരികിട്ട വീട്ടവർ തൊണ്ടിടോ കോട്ട് കോട്ട് മക്കുപ്പിരികൾ തടികൾ വരുവൻ കാട് വിട്ടിന് പാടത്തിൽ ചോടത്തിൽ നാട്ടു തൊട്ടൻ കിരിക്കിടും തല ചൂടി
വയല് പാട്ടുണ്ട്. ഒരു ഗാനമേളക്ക് ഒരുത്തൻ പാട്ട് പാടിയിട്ട് സദസ്സുള്ളവന് വെള്ളടി നിർത്തിയല്ല. അപ്പൊ ആ പാട്ട് ഏതാന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും. സിനിമന്റെ ട്യൂണിലെ പാട്ട് പാടിയാല് സിനിമ മാത്രമേ ഓർമ്മയുള്ളൂ, പാട്ട് ഓർമ്മ ഉണ്ടാവില്ല. ആ സിനിമന്റെ ട്യൂണാണ്, മരണത്തിന്റെ പാട്ടാണ്. ഏതോരു നാളിൽ നാം റോഹിൽ പിടിക്കുമ്പോഴെല്ലാരും മരണം രുചി നോക്കും. സിനിമ ആണോ എനിക്ക് അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, മരണം ഓർമ്മ ഉണ്ടാവില്ല. വേറെ ആളെ പാട്ടുണ്ട്, മുമ്പൊക്കെ അത് ത്രില്ലേന്, അതൊന്നും ഇപ്പം ഇവിടെ പാടാൻ പറ്റൂല, ആരും പാടാനില്ല. ആ മറ്റാളെ പാട്ട് മരിച്ചുപോയ ഒരാളില്ലേ, നാടൻ പാട്ടുകാർ എന്താടാ ആ പാട്ട്. അപ്പൊ അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഈ കള്ളുടി നിർത്തിയ പാട്ട് ഏതാ അത് അറിയാൻ നമുക്ക് താല്പര്യം അധികരുത്. പക്ഷെ സമയം അങ്ങനെ ചുരുങ്ങി പോവുകയാണ്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ ബുർദ ചെല്ലാനുള്ള ടൈം നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അള്ളാഹു തല കബൂലാക്കട്ടെ. നോക്കിക്കൾ ആ പാട്ട് ഏതാരൊക്കെ പഠിച്ചോരെ. ആ പാട്ട് ഫുള്ള് പാടിഞ്ഞിട്ടോ, 4 വരി പാടാം. വീട്ടിലെ മെത്ത് പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും നെൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും ഖബർ ബഹു ജോറിലേ, അടവാക്കും ഖബർ ബഹു ജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗ്രഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണ്ണി എന്നിൽ ആരെന്ന്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മയ്യത്തായി കിടക്കുന്നത് നമ്മളാണ്. ചുറ്റുഭാഗത്ത് കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളും ഭാര്യയുമുണ്ട്, അല്ല കാമുകിയുണ്ട്, അല്ലെങ്കിൽ കാമുകനുണ്ട്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ വാക്കാണ്, എനിക്കിനി ആരാണ്. ഉമ്മാനെ ഉമ്മ വീട്ടിലാകുമ്പോ 9 മണിക്ക് വീട്ടിലെത്തുന്ന മകന് ഉമ്മ മരിച്ചാൽ കബറിൽ മൂടുകല്ല് വെച്ച് തിരിച്ചു പോരുമ്പോ പിന്നെ ആ വിഷമം അവനിക്കില്ല. ഉമ്മാക്ക് പേടിയാകുന്നോ ചിന്തിക്കുന്നില്ല. അപ്പോഴും പറയും ഞാൻ ഒറ്റക്കാണ്. ഈ കാമുകനും കാമുകയും എത്ര ഇഷ്ടത്തിലാണ്. പക്ഷേ മരിച്ചാ പറയണ്ട, എനിക്കിനി ആരാണ് കബറിൽ ഒറ്റക്ക് കിടക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, കബറിൽ ഒറ്റക്കാകാതിരിക്കാൻ എന്തുണ്ട്? മുത്തം കൊടുത്ത് മുത്തവും വാങ്ങി മുത്തിലും മുത്തായി പോറ്റി വളർത്തിയ പൊന്നുമോനെ വിടേ. ഓനെ കാണാനില്ല. നൊരപുൽ പടർന്നും പുളകം ചൊരിഞ്ഞും സ്വച്ഛാനുരാഗത്തിൻ നദിയായി ഒഴുകിയ പ്രിയ സഖിയെവിടെ? ഓളെയും കാണാനില്ല. താനും തൻ ചെയ്ത അമലും ഫലവും ഒറ്റയായി നിൽക്കും ഖബറിനുള്ളിൽ. അപ്പോഴായി മജ്ലിസിന്റെ വില അറിയുന്നത്, അപ്പോഴായി ശഅബാനിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ഫലം അറിയുന്നത്. കോടീശ്വരനാണ്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, സ്വാധീനമുണ്ട്, പക്ഷേ കഫം പുടവയ്ക്ക് കീശയില്ല, ഖബറിനുള്ളിൽ മേശയില്ല. മുൻകർ നകീർ മാലാഖമാർ കൈക്കൂലി വാങ്ങാൻ നിൽക്കുകയില്ല. എന്നിട്ടും എന്തിന് കാശെന്ന കടലാസ് ആശയാലോശാരം തീർക്കുന്നു നാം. പോരാ പണം പോരാ എന്ന ദുരാഗ്രഹത്താൽ മരണം മറന്നെന്നും ഓടുന്നു നാം. കഫൻ പുടവയ്ക്ക് കീശയില്ല, ഖബറിനുള്ളിൽ മേശയില്ല. മുൻകർ നകീർ മാലാഖമാർ കൈക്കൂലി വാങ്ങാൻ നിൽക്കുകയില്ല. ഖബറിൽ തേളില്ല, പാമ്പില്ല, സുഖമായി കിടക്കാൻ നല്ലൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പുറത്ത് തുടങ്ങാം. എന്താ കാര്യം? നരങ്ങള് നല്ലൊരു കാര്യം.
സ്വലാത്ത് ചൊല്ലിയാല് ഖബറിൽ പുഴുക്കളും പാമ്പൊന്നും ഉണ്ടാകൂല, സുഖമായി കിടക്കാൻ കഴിയും. നിങ്ങളുണ്ടതിന് ചുരുങ്ങിയതൊരു 100 സ്വലാത്ത് ചൊല്ലിയാല് ഒരു മാസം 3000 സ്വലാത്താവും അല്ലേ? അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. 100, 1000, 300, 3000, 5000 ഒക്കെ ചെല്ലുന്ന ആൾക്കാരുണ്ട്. ബഖ്തിയാർക്കാക്കിൽ ദഹലവി തങ്ങൾ 3000 ഒന്നും ചെല്ലണവരാ. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു 10,000 ചെല്ലും അല്ലേ? തൽക്കാലം നമുക്കൊരു 1000 ചെല്ലുകയാണെങ്കിൽ നരകം തൊടൂല. ഞാനും ഒറ്റ മോശമാണ് അങ്ങനത്തെ ആളുകൾക്ക് സലാത്ത നല്ലത്. ഒരു ജിന്നായ ഒരു സഹാബി, ജിന്നുകളിൽ സഹാബികളുണ്ടല്ലോ, ആ സഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കുകയാണ്, ഒരാൾ ശഖീയാണ്, സഈദാണ്, പരാജയപ്പെട്ടവനാണ്, വിജയിച്ചവനാണെന്ന് ഉമ്മാന്റെ ഗർഭത്തിലാകുമ്പോൾ തന്നെ അതാകും എഴുതും, 4-ാമത്തെ മാസത്തിൽ എഴുതും. പിന്നെ അത് തിരുത്തി എഴുതാൻ, അഥവാ മോശപ്പെട്ടവനാണെന്ന്, പരാജയപ്പെട്ടവനെന്ന് തിരുത്തി എഴുതാൻ എന്താ മാർഗം എന്ന് വെച്ച് അവിടുന്ന് പറഞ്ഞെന്താണെന്നറിയോ? സ്വലാത്ത് ചൊല്ലിയാൽ തിരുത്തി എഴുതപ്പെടുന്നു. 1 മക്കത്ത് മത്താഫില് ഒരു ചെറുപ്പക്കാരൻ വെറും സ്വലാത്തില്ല നടക്കുക. ഇതെന്താ പരിപാടി മോനെ? എൻ്റെ വാപ്പി ഞാനും ഹജ്ജിന് വരുമ്പോ എൻ്റെ വാപ്പ മരിച്ച് ഇറാഖിലെ കൂഫയെന്ന്. വാപ്പാന്റെ മുഖത്തൊരു തുണിയൊന്നായിട്ട് വലിച്ചിട്ട് പിന്നെ എല്ലാം ഒന്ന് കാണാൻ വേണ്ടി നോക്കുമ്പോൾ വികൃതമായി കിടക്കുന്ന മുഖം, പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരുന്നു. ആ ഇരുത്തത്തിൽ മയക്കം. പിന്നെ ഞാൻ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മഹാവ്യക്തിത്വം വന്ന് ഉപ്പാന്റെ മുഖത്തുള്ള തുണി ഇങ്ങോട്ടും കൊണ്ടാക്കി. എന്താ മോനെ ഇരിക്കണെന്ന് വെച്ചാൽ കണ്ടില്ല. ഞാനത് ശരിയാക്കിയിട്ടുണ്ട്. അവിടുന്ന് ആരാ? അനൽ മുസ്തഫ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയാണേ. അപ്പൊ എന്താ, എൻ്റെ വാപ്പ 100 സ്വലാത്ത് എന്നും ചൊല്ലും. ആ സ്വലാത്ത് എത്തിച്ചിരാൻ ഒരിക്കലും ഒരു മലക്കുണ്ട്. അത് നമുക്കൊക്കെ ഉണ്ടാകും. സഹോദരിമാരെ കേട്ടോടി. ആ മലക്ക് വന്നിട്ട് എന്ന് പറഞ്ഞു, എന്നോട് അങ്ങയുടെ മേലെ സ്വലാത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്, മുഖം കോലം കെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു തആല ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, സുന്ദരമായ മുഖം, പ്രസന്നം, അടിപൊളി. പിന്നെ അതിന്റെ ശേഷം ഈ ചെറുപ്പക്കാരന്റെ പരിപാടി എന്താ? ഫുൾ ടൈം നിർബന്ധമുള്ള കാര്യം കഴിഞ്ഞാൽ പിന്നെ സലാത്തോട് സലാത്ത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ചൊല്ലിക്കോളിട്ടോ, ടെൻഷൻ ഉണ്ടാകൂല, രോഗം സുഖപ്പെടും, രോഗമില്ലാതെ രക്ഷപ്പെടാൻ കഴിയും, കടം വീടും, ടെൻഷൻ മാറും, സമാധാനം ഉണ്ടാകും, എല്ലാ വിഷയത്തിലും ഹൈറുണ്ടാകും. മരിച്ചു പോകുമ്പോ നമ്മൾ മാത്രം മൽക്കണ കാലം നേരണ്ട്. ഏത്? മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും, ചലിക്കുവാനാവാതെ നാം കിടക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. ആ ഒരു രംഗമുണ്ട്. ആ ഒരു രംഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ കാണും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒരു 100, 300 ചെല്ലിയാലേ സലാത്തിന്റെ ആളെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോൾ അടുത്ത് മുത്തന്നൂരുടെ കിതാബ് ധരിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ 1000 സലാത്തില്ല, നരകം തൊടൂലട്ടോ, ഹറാമാക്കും. നിങ്ങളുണ്ടോ? 100, 300, 1000 ഏതെങ്കിലും ഒക്കെ നടക്കൂലേ? പോലെ ഇൻഷാ അല്ലാഹ് മൊയ്ലാമാരോട് ഞാൻ പറയുന്നുണ്ടോ, ഒരു ചെല്ലണോലാണെങ്കിലോ എല്ലാവരും ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ അതും മടിയോ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞാണ്. ഓരോ എന്നാ ഇൻഷാ അല്ലാഹ്. അടിപൊളി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ ഇൻഷാ അല്ലാഹ് പോലെ ഒരു വിഷയത്തിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ നമ്മളെ പരിപാടി വിജയിച്ചു. പിന്നെ പുറത്താണ്ട് ചെല്ലി ദ്വാരത്താൽ മതി. എന്താ അറിയുകള്? ഇന്നെന്താ ദിവസം? എന്താ ദിവസം? ഇന്ന് ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ച വരെ ശരിക്കും കേൾക്കണേ, ഇതന്നെ ബുർദോളെ ടെൻഷനാണ്. അടുത്ത ഞായറാഴ്ച വരെ ഒരാളെയും കുറ്റം പറയില്ല തീരുമാനിക്കുക. നിങ്ങള് വല്ലാഹി എന്നൊന്നും പറയണ്ട, കഴിയുന്നതും ഞാൻ നിർത്തി ഞങ്ങളുണ്ടോ. ഒരു ക്ലാസ്സിൽ കുറച്ച് യുവാക്കളുടെ ക്ലാസ്സാണ്. ഞാനിത് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പൊ ഗൾഫിലുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്, ഡ്രൈവറാ, നല്ല ഉഷാറാണ്. എന്നോട് വന്ന ഉസ്താദേ നല്ല രസമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ഉണ്ടാവുമല്ലോ, എന്തേ രസം മോനെ? ഒന്നും ഉണ്ടായില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും, കലണ്ടർ വേണോ? വലൈക്കും അസ്സലാം, കലണ്ടർ വേണ്ട. വേറെ ഉണ്ടായില്ല. അങ്ങാടിക്ക് അറിയണ്ട്, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം. പിന്നെ മറ്റേ ഞാൻ പറയില്ല, ഇജ്ജി പറഞ്ഞു കൊടുത്താളാ. ഏത്? മറ്റാളെ മോളില്ലേ ചാടിപ്പോയിട്ട് പിന്നെ ഇജ്ജി പറഞ്ഞു കൊടുത്താളാ. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പറയാന്ന ഗീബത്ത് എന്ന് പറഞ്ഞാൽ സംഭവിച്ചത് പറയാന്നല്ല. ഒരുത്തവിടെ വെള്ളടിച്ച് വീട്
എല്ലാരും കൂടി പെരേ പോയിട്ട് ജരമോനില്ലേ വെള്ളടിച്ച് പൊടിച്ച് പൂസായിട്ട് ഇവനാണെങ്കിലോ ഓ റേഞ്ചിൽ അടക്കാം. ഓനെ പറ്റിയിട്ട് ഇപ്പുറത്തെന്ന് പറഞ്ഞ നമ്മളെ കൂലി പോകും, ഓനക്ക് വെള്ളടിച്ച സുഖം കിട്ടും, നമ്മളെ നിസ്കാരം നോമ്പൊക്കെ ഓനക്ക് കൊടുക്കും. എന്തിനാ എനിക്കാണ്? ഇഷ്ടമുള്ളവനെ കുറ്റം പറഞ്ഞാൽ ഓനക്ക് കൊടുക്കും, ഇഷ്ടമുള്ളവനെ കുറ്റം പറയാ, വെറുപ്പുള്ളവനെ കുറ്റം പറഞ്ഞ് നഷ്ടപ്പെടുത്തരുത്. പെണ്ണുങ്ങളെ നാത്തു നല്ലതാവും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒഴിച്ചാണ് പറഞ്ഞിങ്ങനെ കൊളാക്കണ്ട. അമ്മായിമ നല്ലതാവും, മരുവോള് നല്ലതാകും. ആരും ഒന്നും പറയണ്ട, ചുപ്പുരഹോ. ഈ റമദാനിൽ 30 ദിവസം ഒന്ന് മിണ്ടാതെ നോക്കി എന്ത് സുഖം ഉണ്ടാവുന്നറിയോ? പറയാൻ തുടങ്ങുമ്പോ ആലോചിക്കണത് കുറ്റാണോ കുറ്റല്ലേ ഉള്ളതാണ്, ഇഷ്ടമില്ലാത്തതാണ് കുറ്റാണ്. സ്റ്റോപ്പ്. നിങ്ങളുണ്ടോ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറയണേ, മാക്സിമം നിർത്താൻ പോലെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഓ ഏത് സലാത്തങ്ങൾ ചെല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതായ റാത്തായി, അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ബുർദ ചെല്ലുമ്പോൾ ജവാബും കൊണ്ട് ചെല്ലണം. ലാസ്റ്റ് നോൺ സ്റ്റോപ്പ് നിർത്താത്ത പാട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പഴയ കാലം പുതിയ കാലം ഒക്കെ ഉള്ള അങ്ങനത്തെ കുറേ പാട്ടുണ്ടല്ലോ. ഇത് കുറച്ച് മുന്നുള്ളതും കുറച്ചപ്പോഴൊക്കെ അടിപിടി വെട്ടും കൊടുവാളും കടിപിടി കൂട്ടും കൂലിവാൾ ഇടപെടി ഓട്ടം പാലക്കാലം മാറി. അടിപിടി വെട്ടും കൊടുവാളും കടിപിടി കൂട്ടും കൂലിവാൾ ഇടപെടി ഓട്ടം പാലക്കാലം മാറി. തമ്മിൽ തല്ലി പിരിഞ്ഞ് തല്ലിൽ ചോര ചൊരിഞ്ഞ് എല്ലാം മുള്ളായി മേലിഞ്ഞ് മാറി. മനസ്സിൽ ഇബ്ലീസ് കാടക്കും നേരം മനുഷ്യൻ മനുഷ്യനെ വെറുത്തകറ്റോ. മതമത്സരം തമ്മിൽ മുറുകും നേരം മരണം വിജയിക്കും മനുഷ്യർ തോൽക്കോ. ഇങ്ങനത്തെ പാട്ട് സാമ്പിൾ പാക്കറ്റ് ഇടാൻ സമയമുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ പാട്ട്. പിന്നെ അതേപോലെ തന്നെ തമിഴ് ഇഷ്ടമുള്ളവർക്ക് തമിഴ് പാട്ട്. ഓ അതൊക്കെ ഇപ്പൊ പാടിയേ. ഇവൻ്റെ അടുത്ത് കുറേ തമിഴുണ്ട്. ഇതൊരു അണജി ഒന്നല്ല കേട്ടോ. ഓരോരുത്തർ നോക്കുക നല്ലോണം. ഇതൊക്കെ ഇട്ടപ്പോഴേ അതൊന്നുമല്ല. ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா? ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வாழ்ந்த பெண்ணே நீ சொல்லமா? பாதையிலே வந்த பெண்ணே நீ சொல்லமா? ഫാത്തിമ 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 வாழ்ந்த முறை உனக்கு தெரியுமா? ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வாழ்ந்த பெண்ணே நீ சொல்லமா? அந்த பாதையிலே வந்த பெண்ணே നീ സല്ലമാ. ഉത്തമ തിരുനബിയിൽ മകളല്ലവാ, ഉത്തമ തിരുനബിയിൽ മകളല്ലവാ. நமது உண்மை வீரர் அலியார் மனைவி அல்லவா? சாத்தியம் காத்து நின்ற இதயம் அல்லவா? சாத்தியம் காத்து நின்ற இதயம் அல்லவா? நல்ல செல்வகணம் ഹസൻ ഹുസൈൻ അണ്ണേ അല്ലവാ? അരുമേ അണ്ണേ അല്ലവാ? ഫാത്തിമ 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 வாழ்ந்த முறை உனக்கு தெரியுமா? ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா? அந்த பாதையிலே வந்த பெண்ணே நீ சொல்லமா? அந்த பாதையிலே வந்த பெண்ணே നീ സല്ലമാ. അങ്ങോട്ട് പോരുമ്പോ അക്കാണക്കൊന്ന് പാടുന്ന ഒരാൾ പറഞ്ഞു, നല്ലൊരു മനുഷ്യന് ഞാൻ ലാസ്റ്റ് പാടിത്തണ്ട്, ഇനി പാടാൻ നിൽക്കാൻ അടുത്ത ഫോണും വരും. അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ചേലായതുകൊണ്ട് ഇരിക്കുക. അതൊക്കെയാണ് എന്ത് അറിയോ, ബുർദ തുടങ്ങാൻ വേറെ ഒന്നുമല്ല. അള്ളാഹു തആല കബൂലാക്കട്ടെ. അപ്പം ബുർദ ചെല്ലാണ് ഇൻഷാ അല്ലാഹ്. ലാസ്റ്റ് നോൺ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അത് തങ്ങളവാപ്പക്ക് പ്രശ്നമൊന്നുമില്ല, തങ്ങളവാപ്പക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള തങ്ങളാണ്. അപ്പം നമുക്ക് പാടിയിട്ട് നമുക്ക് ദ്വാരക്കാം. അഥവാ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല, എന്നോട് ഫിക്കറാകരുത്.